പറയുന്നത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എന്ത് വർത്താനാണ് നിങ്ങൾ ഈ പറയുന്നത്? പ്രായമായ ആൾക്കാരെ ഒറ്റക്കാക്കി എൻജോയ്മെൻറ്റ് ചെയ്യുന്നതാണോ അത്ര വലിയ കാര്യം? ഓലെ നല്ലതുപോലെ നോക്കുന്നതല്ലേ? നീ ഇനി എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട മുസിന. നീ പോരുന്നുണ്ടെങ്കിൽ പോര്. ഉമ്മാ, നിങ്ങൾ വണ്ടി കയറി, ഞാൻ കൊണ്ടാക്കി തരാം. അത്ര ദൂരമൊന്നുമില്ലല്ലോ എളാമ്മൻ്റെ വീട്ടിലേക്ക്. മോനെ വേണ്ടടാ, ഞാനിവിടെ നിന്നോളാം. എന്നാൽ പിന്നെ അടുത്ത വീട്ടിലെ താത്താനെ വിളിക്കാം. എന്നാൽ 2 ദിവസം നമ്മൾ അപ്പുറത്തെ വീട്ടിലെ താത്താനെ വിളിച്ചേൽപ്പിക്കാം 2 ദിവസം നിങ്ങളെ കൂടെ നിൽക്കാൻ. എന്താ ഉമ്മ, അത് മതിയോ? ആ മോനെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്നാൽ പിന്നെ ആ പ്രശ്നം അങ്ങോട്ട് തീർന്നല്ലോ. മൂസിനക്ക് ശരിക്കും സങ്കടമായി. ഉമ്മാനെ തനിച്ചാക്കി പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവൾക്ക്. ഉമ്മ, ഞാൻ പോണില്ല ഉമ്മ, നിങ്ങളെ തനിച്ചാക്കി ഞാൻ പോകുന്നില്ല. വേണ്ട മോളെ, നിങ്ങൾ പൊയ്ക്കോളി. അവൻ്റെ സന്തോഷമല്ലേ. അങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതം ഒന്ന് നല്ലതുപോലെ ആവട്ടെ, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. മുസിന, കുറേ നേരമായി ഞാൻ എന്നെ വിളിക്കുന്നു. എന്താ ഞാൻ പറയുന്ന നീ കേൾക്കൂലേ? ആ ഇക്ക, ഞാനിപ്പോൾ റെഡി ആയിക്കൊള്ളാം. ആ മോളെ, നിങ്ങൾ പൊയ്ക്കോളി. ഇനി അവനെ ദേഷ്യം പിടിപ്പിക്കണ്ട. എൻ്റെ കാര്യം ആലോചിച്ച് നീ ടെൻഷനൊന്നും ആവണ്ട. ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. നീ വരുന്നവരെ ഉമ്മ ഒറ്റയ്ക്ക് തന്നെ അല്ലായിരുന്നു മോളെ. സത്യം പറഞ്ഞാൽ മൂസിനക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഇങ്ങനെ ഒരു ടൂർ തന്നെ. പിന്നെ ഉമ്മയെ തനിച്ചാക്കി പോകുന്നതോ. ഏറെ വിഷമത്തിലായാലും മൂസിന ഡ്രസ്സൊക്കെ മാറി പോവാനൊരുങ്ങി. ആദ്യമേ തന്നെ അനസ് മൂസിനയോട് പറഞ്ഞിരുന്നു, നിനക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, അതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഫുൾ സ്ലീവുള്ള ഒരു കുർത്തയാണ് ധരിച്ചത്. ഷോളെല്ലാം തലയിൽ നല്ല രീതിയിൽ ചുറ്റി ഔറത്തൊന്നും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി മൂസിന. പിന്നെ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നാൽ എല്ലാവരും കളിയാക്കൂട്ടോ അന്നെ. ഇക്ക, എനിക്ക് ഇങ്ങനെ കഴിയുള്ളൂ. ശരിക്ക് പറഞ്ഞാൽ എനിക്ക് ഹിജാബാണ് ഇടാനിഷ്ടം. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. അതാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഡ്രസ്സിട്ട് കൂടെ വരുന്നത്. എനിക്ക് അന്യപുരുഷന്മാരെ നോക്കുന്നതോ അവരെന്നെ നോക്കുന്നതോ ഒന്നും ഒട്ടും ഇഷ്ടമല്ല. ആ മതി, നടക്ക്. അങ്ങനെ 1-2 കൂട്ടം ഡ്രസ്സൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് മൂസിന താഴേക്ക് ഇറങ്ങി. ഉമ്മ, എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? ആ മോളെ, ഇറങ്ങിക്കോളി. പടച്ചോനെ, എൻ്റെ മക്കളെ കാത്ത് രക്ഷിക്കണേ. ഉമ്മ, നിങ്ങൾ ഒറ്റയ്ക്ക്. അത് സാരമില്ല മോളെ, ഞാൻ അപ്പുറത്തെ ആ വീട്ടിലെ പെണ്ണിനെ വിളിച്ച് കൂട്ടിയിരുന്നോളാം. നിങ്ങൾ പോയി വരി സന്തോഷത്തോടെ. അങ്ങനെ അവർ പോകാനിറങ്ങി. അവൾ ഉമ്മയെ തിരിഞ്ഞു നോക്കി. പാവം ഉമ്മ. ഉമ്മയെ കൂടി കൊണ്ടുപോകാമായിരുന്നു.